നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും തൊഴിൽ, വിവാഹം, പഠനം, ബിസിനസ്, ധനസ്ഥിതി എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. തൃക്കേട്ട നക്ഷത്രക്കാർ ശുദ്ധഹൃദയരായിരിക്കും. വിഷമം പിടിച്ച കാര്യങ്ങൾ സഹിക്കുവാനുള്ള കഴിവ് ഇവർക്ക് വളരെ കുറവാണ്. പ്രതികൂലമായി തന്നെ ബാധിക്കുന്ന കാര്യങ്ങളായാൽ പോലും അവർ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കും. മുൻകോപം ഇവർക്ക് വളരെ കൂടുതലായിരിക്കും. തൃക്കേട്ട നാളിൻ്റെ അവസാനത്തെ കാൽഭാഗത്തിന് ഗണ്ഡാന്തം എന്ന ദോഷമുണ്ട്. തൃക്കേട്ടയുടെ ഒന്നാം പാദത്തിൽ ജനനമുണ്ടായാൽ ജ്യേഷ്ഠനും, രണ്ടാം പാദത്തിൽ ജനനമുണ്ടായാൽ അനുജനും, മൂന്നാം പാദത്തിൽ ജനിച്ചാൽ പിതാവിനും, നാലാം പാദത്തിൽ ജനിച്ചാൽ തനിക്കു തന്നെയും ആപത്തുണ്ടാകുമെന്നാണ് അഭിപ്രായം. ദോഷങ്ങൾ അനുഭവത്തിൽ വരാൻ ജനന സമയത്തെ ഗ്രഹനില കൂടി പരിഗണിക്കേണ്ടതാണ്. അശ്വതി, ആയില്യം, മകം, മൂലം, രേവതി എന്നീ നക്ഷത്രങ്ങളുമായി തൃക്കേട്ട നക്ഷത്രത്തിന് യോജിപ്പ് കുറവാണ്. എല്ലാ കാര്യങ്ങൾക്കും അങ്ങേയറ്റം ശ്രദ്ധയോടെ മനസ്സിലാക്കിയതിന് ശേഷമേ ഒരു തീരുമാനത്തിലെത്തുകയുള്ളൂ. ഇവരുടെ പ്രവർത്തനത്തിൽ ഒരു രഹസ്യ സ്വഭാവം നിലനിൽക്കും. ഇവരുടെ ബാല്യം കഷ്ടതകൾ നിറഞ്ഞതായിരിക്കും. ഭാവിയിലുണ്ടാകുന്ന ഏത് പ്രശ്നത്തെയും തരണം ചെയ്യുവാനുള്ള മനക്കരുത്ത് ഇവർക്കുണ്ടാകുന്നു. മറ്റുള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ അങ്ങേയറ്റം ആത്മാർത്ഥതയോടെ സഹായിക്കുവാൻ ഇവർ താൽപ്പര്യപ്പെടാറുണ്ട്. ചൊവ്വയുടെ രാശിയായതുകൊണ്ട് എതിരാളികളോട് നിർദാക്ഷിണ്യം പെരുമാറുന്നവരായിരിക്കും. അധ്യാപനത്തിലും കഴിവുള്ളവരായിരിക്കും. സ്ഥിരമായ ഒരഭിപ്രായം ഇവർക്കുണ്ടാകുകയില്ല. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കുക എന്നത് ഇവരുടെ പ്രത്യേകമായ സ്വഭാവ സവിശേഷതയാണ്. ക്ഷിപ്രകോപവും സരസതയോടൊപ്പം വിരസതയും ഇവർക്ക് പെട്ടെന്നുണ്ടാകാറുണ്ട്. തൃക്കേട്ട നക്ഷത്രക്കാർ ആരോടും എന്തും തുറന്നു പറയുന്ന പ്രകൃതക്കാരാണ്. ദുരഭിമാനികളും പക്ഷിമൃഗാദികളോട് കരുണയുള്ളവരും ഭോഗസുഖങ്ങളിൽ താൽപ്പര്യമുള്ളവരുമായിരിക്കും. പുതിയ ആശയങ്ങൾ എപ്പോഴും രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കും. കഠിനാധ്വാനികളും ചിലപ്പോൾ പരുഷമായി സംസാരിക്കുന്നവരുമായിരിക്കും. വിദ്യാഭ്യാസത്തിൽ ഉന്നത നിലവാരം പുലർത്തും. എന്തിലും എടുത്തുചാടി പ്രവർത്തിക്കുന്നവരും വീണ്ടുവിചാരമില്ലാതെ പ്രവർത്തിക്കുന്നവരും മൂക്കിൻ്റെ തുമ്പിൽ കോപമുള്ളവരുമായി കണ്ടുവരാറുണ്ട്. മനസ്സിലൊന്നും വെച്ചു സൂക്ഷിക്കുവാനുള്ള കഴിവ് ഇക്കൂട്ടർക്ക് കുറവായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറഞ്ഞില്ല എങ്കിൽ സമാധാനം ഉണ്ടാകുകയില്ല. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നല്ല ആരോഗ്യവും മനോഹരമായ മുഖഭാവവും എന്തെങ്കിലും പ്രത്യേകതയുള്ള ദന്തങ്ങളോട് കൂടിയവരുമായിരിക്കും. ആരെയും വേദനിപ്പിക്കണമെന്ന ചിന്ത ഇക്കൂട്ടർക്ക് ഉണ്ടാകുകയില്ല. പനി, ഉദരം, ശ്വാസകോശം, നീരിളക്കം, നീർദോഷം എന്നിവയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. മാതാവിൻ്റെയും സഹോദരന്മാരുടെയും മറ്റു ബന്ധുക്കളുടെയും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കാറില്ല. മുൻകോപം നിയന്ത്രിക്കുവാൻ തൃക്കേട്ട നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വിവാഹ ജീവിതം പൊതുവെ സംതൃപ്തകരമായിരിക്കും. സൽസ്വഭാവികളും നല്ല കഴിവുള്ളതുമായ ജീവിത പങ്കാളികളായിരിക്കും ഇവർക്കുണ്ടാകുന്നത്. ജീവിതം വഴിവിട്ടതാവാതിരിക്കുവാനുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനുള്ള കഴിവ് ജീവിത പങ്കാളികൾക്ക് ഉണ്ടായിരിക്കും. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾക്ക് ജീവിത സുഖം കുറവായാണ് കണ്ടുവരുന്നത്. സന്താനങ്ങൾ ഉണ്ടാവാതിരിക്കുക, കുട്ടികളുടെ വിരഹദുഃഖം, ഭർതൃവിയോഗം തുടങ്ങിയ പലവിധ ക്ലേശങ്ങളും അനുഭവിക്കേണ്ടതായി വരുന്നുണ്ട്. ചിലരിൽ സാമ്പത്തികമായ കുറവും പരസഹായത്തോടു കൂടിയ ജീവിതവുമായിരിക്കും ഉണ്ടാകുക. പലവിധത്തിലുള്ള അപവാദങ്ങൾ കേൾക്കാനിടയാകാറുണ്ട്. ഇത് മനസ്സിനെ എപ്പോഴും വേദനിപ്പിച്ചു കൊണ്ടിരിക്കും. ആരോഗ്യപരമായി വളരെ ശോചനീയമായ അവസ്ഥയുണ്ടാകാനിടയുണ്ട്. ഗർഭാശയ സംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ്. ബുധദശയിലാണ് ഈ നക്ഷത്രക്കാരുടെ ജനനം. തുടർന്ന് കേതുദശ 7 വർഷം, ശുക്രദശ 20 വർഷം, ആദിത്യദശ 6 വർഷം, രാഹുദശ 18 വർഷം, വ്യാഴദശ 16 വർഷം. പൂരാടം, തിരുവോണം, ചതയം, തിരുവാതിര, പുണർദം, ഉത്രം എന്നീ നാളുകാരുമായുള്ള എല്ലാ ഇടപാടുകളും കേട്ട നക്ഷത്രക്കാർ
വർജിക്കേണ്ടതാണ്. എതിരാളികളെ തോൽപ്പിക്കുവാനും ലോഹശില്പകർമ്മത്തിനും ശാന്തികർമ്മങ്ങൾക്കും വിദ്യാരംഭത്തിനും പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നതിനും കേട്ട നക്ഷത്രം നല്ലതാണ്. ഭാഗ്യദിവസം ബുധൻ. ഭാഗ്യസംഖ്യ 5, 14, 23. ഭാഗ്യനിറം നീല, വെള്ള, ക്രീം. ഭാഗ്യരത്നം മരതകം.